சின்னக்கானல் சாந்தம்பாறை பகுதிகளில் அதிகரித்து வரும் காட்டியானை தாக்குதலுக்கு தீர்வு காண வனத்துறை அதிரடி நடவடிக்கைகளை தொடங்கியுள்ளதாக உடுமன்சோலை எம்எல்ஏ சேனாபதி வேணு தெரிவித்துள்ளார். சின்னக்கானல் பகுதியில் சுற்றித் திரியும் 17 காட்டு யானைகளையும் இங்கிருந்து மாற்றுவதை குறித்து அரசு பரிசீலித்து வருவதாகவும் എംഎൽഎ കൂറിനാർ. ചിന്നക്കനാലിലെ കാട്ടാന ശല്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ കാട്ടാനകൾ വനത്തിൽ ഇല്ലെങ്കിൽ വനത്തിനുള്ളിൽ കഴിയുന്ന കാട്ടാനകളല്ല, മറിച്ച് ജനവാസ കേന്ദ്രങ്ങളിലെ പുൽമേടുകളിലാണ്. അപ്പോൾ ഇതിനെ ഒരു വനത്തിലേക്ക് മാറ്റുക എന്നുള്ളത് അസാധ്യമാണ്. ആകെ മാറ്റാൻ കഴിയുന്നത് മതികെട്ടാൻ വനത്തിലേക്കാണ്. പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നു. ഇത് ജനവാസ മേഖലകളിൽ ഇറങ്ങി നടന്നിട്ടുള്ള ആനയാണ്. അപ്പോൾ വന്നിരിക്കുന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ അതിൻ്റെ ഒരു പ്രായോഗികതയും സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയും എത്രയെന്നുള്ളതിനെക്കുറിച്ചൊരു പഠനം നടത്താനാണ്. അതായത് ഈ 17 ആനകളെയും ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുക. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്ന ഒരു കാര്യമല്ല. അരിക്കൊമ്പനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ ഏതാണ്ട് 50 ലക്ഷത്തിലധികം രൂപ ചെലവും വലിയ ഭാരിച്ച മനുഷ്യപ്രയത്നവും യന്ത്രപ്രയത്നവും ഒക്കെ ആവശ്യമായിട്ട് വന്നതാണ്. ഇപ്പോൾ ചിന്നക്കനാലിനെ സംബന്ധിച്ച് ഇനി അവശേഷിക്കുന്ന ഈ 17 ആനകളെ ഒന്നുകിൽ പറമ്പിക്കുളം, അതല്ലെങ്കിൽ പെരിയാർ ടൈഗർ റിസർവ്, അങ്ങനെയുള്ള ഭാഗത്തേക്ക് ഇതിനെ അപ്പാടെ ഇവിടെ നിന്ന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ആളുകൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം ഈ 17 ആനകളാണ് ഇനി അവിടെ അവശേഷിക്കുന്നത്. ഇത് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും റിസർവ് വനങ്ങളിലേക്ക് ഇതിനെ സമ്പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ഒരു നടപടി. അത് കുറച്ച് ചിലവേറിയ ഒരു കാര്യമാണ്. ഒരെണ്ണത്തിനെ മാറ്റുന്നതിന് 50 ലക്ഷം രൂപയാണ് എങ്കിൽ 17 എണ്ണത്തിനെ മാറ്റണമെങ്കിൽ ഏതാണ്ട് ഒരു 5-8 കോടി രൂപ ചിലവ് വരുന്ന ഒന്നാണ്. പക്ഷേ ഇനി ഒരിക്കലും കാട്ടാനകളുടെ ആക്രമണം ഈ ശാന്തൻപാറ ചിന്നക്കനാൽ മേഖലകളിൽ ഉണ്ടാകാത്ത രീതിയിൽ ഈ ഇപ്പോൾ അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഇനി അവശേഷിക്കുന്ന ആന സംഘത്തെ അവിടുന്ന് മാറ്റാനുള്ള കാര്യത്തെക്കുറിച്ച് ഗൗരവമായ രീതിയിലുള്ള പഠനങ്ങളും നടക്കുന്നു. ആ നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ വിദഗ്ധരുമായിട്ട് ആലോചിച്ച് ഗവൺമെൻറ് ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതാണ് എന്നാണ് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചത്.